പ്രിയ സുഹൃത്തുക്കളെ, കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ഈ ബൈത്തുൽ സക്കാത്തിൻ്റെ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നോട് ഷെയ്ഖ് നേരത്തെ തന്നെ ഷെയ്ഖ് ഉമർ കാലിക്കും സാർ പറഞ്ഞു. എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു അവർ വരാൻ. പക്ഷെ നോക്കുമ്പോൾ ഈ ബജറ്റിൻ്റെ ചർച്ചയായതുകൊണ്ട് ഈ ദിവസം വരാൻ കഴിയാതെ വളർന്നതിൽ വളരെ ഖേദിക്കുകയാണ്. നല്ലൊരു കാര്യമാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സക്കാത്ത് സംബന്ധിച്ച ബോധവൽക്കരണം ഏറ്റവും പ്രധാനം തന്നെ. അങ്ങനെ സക്കാത്തിന് സന്നദ്ധമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളുടെ ഈ സക്കാത്തിൻ്റെ വിനിയോഗം, ആ വിനിയോഗം ഫലപ്രദമാക്കുക, കൂടുതൽ സർവീസുകൾ പ്രതിഫലം കിട്ടുന്ന വിധത്തിൽ അതിന് സംവിധാനം ചെയ്യുക, സമൂഹത്തിന് മൊത്തത്തിൽ തന്നെ ഇക്കാര്യത്തൊരു ധാരണയുണ്ടാക്കുക. മാത്രമല്ല, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പബ്ലിസിറ്റിയുടെ എന്നോട് തന്നെ മാതിരി ചെയ്തു, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു പബ്ലിസിറ്റിയുടെ ആ ഒരു മറ്റൊരു വേഷം അത്ര ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി അതും അതിൽ ഇല്ല. അപ്പം ഇതിൽ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ സക്കാത്തിൻ്റെ പൈസ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഏറ്റവും അർഹരായിട്ട് ആളുകൾക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഇതിൽ ഉള്ളത്. ശരിക്കും സക്കാത്ത് നല്ല നിലയിൽ വിനിയോഗിച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് വലിയ തോതിലുള്ള ഇടപെടലായിട്ട് അത് മാറും എന്ന കാര്യത്തിൽ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും കഴിയുന്നൊരു കാര്യമാണ്. ഏതായാലും നമ്മൾ സക്കാത്ത് കൊടുക്കണം. അത് കൊടുക്കുന്ന സമയത്ത്, അത് കൊടുക്കാൻ അർഹമായിട്ട് അത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ദരിദ്രന്മാരായ ആളുകൾക്ക് നോക്കി കൊടുക്കും. ഒന്ന്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഫലമായിട്ട് ഒരു സ്ഥായിയായ, അവർക്ക് പിന്നൊരിക്കൽ സക്കാത്ത് ചോദിക്കേണ്ടി വരാത്ത വിധത്തിലുള്ള ഒരു ഉപയോഗം അതിൻ്റെ ഫലമായി നടക്കുമെന്നതും അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ വീടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കച്ചവടത്തിനായിട്ട് കൊടുക്കുക. അതുകൊണ്ട് ആ പൈസ കിട്ടുന്നതോടുകൂടി ഒരു ജീവിതമാർഗം തന്നെ തുറന്നു കിട്ടുന്ന വിധത്തിൽ അത് സംവിധാനം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ല കാര്യം. അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിലെ ഒരു പ്രധാനമായ കാരണം. അത് പ്രവൃത്തിപഥത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കിയതിൻ്റെ ഒരു പശ്ചാത്തലവും ഈ മൂവ്മെൻറ്റിലുണ്ട് എന്നതാണ് ഞാനതിൽ കാണുന്ന ഒരു പ്രധാനമായ സംഗതി. ഏതായിരുന്നാലും ഇന്നത്തെ മീറ്റിംഗ് വരാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് അതുമായിട്ടൊക്കെ സഹകരിക്കാം. ഇത്തരം നല്ല സംരംഭങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് കൂടി വിനീതം അപേക്ഷിക്കുകയാണ്. സക്കാത്ത് സംബന്ധിച്ച പ്രവർത്തനങ്ങളിൽ നമുക്കെല്ലാം ഓരോരുത്തർക്ക് ചെയ്യാൻ കഴിയുന്ന സജീവമായിട്ട് തന്നെ ചെയ്യുന്നതിൽ നമുക്കെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി.